ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി, മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലും നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ, തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടുമാറി പാലാഴിയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിന് തൽപ്പമായ അനന്തൻ സുമിത്രാത്മജനായ ലക്ഷ്മണനായി പിറന്ന് ശ്രീരാമസേവ ചെയ്യുന്ന വൈഷ്ണവാംഗമാണ്. രാമന്റെ സന്തത സഹചാരിയായ സൗമിത്രി തിരുമൂഴിക്കുളത്തുനിന്ന് തിരിച്ചെഴുന്നള്ളി ശ്രീലകം പോണ്ട തീർത്ഥസ്ഥാനമാണ് മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം. നാലമ്പല ദർശനത്തിന്റെ മൂന്നാം പാദത്തിൽ മുളക്കുളത്തെ ലക്ഷ്മണ സന്നിധിയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അലങ്കാരപ്രിയനായ ഭഗവാന്റെ തൃപാദമാകുന്ന ഗോപുരം വന്നിച്ച് അകത്ത് കിടക്കാം. മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയുടെ വടക്കേ അറ്റമായ മുളക്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് കീഴിലുള്ള ലക്ഷ്മണക്ഷേത്രങ്ങളിൽ 2 ലക്ഷ്മണക്ഷേത്രങ്ങളിൽ പ്രധാന ഒരു ക്ഷേത്രമാണ് ഇത്. മറ്റൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പറവൂർ ഗ്രൂപ്പിൽ സ്ഥിതി ചെയ്യുന്നു. അത് ആലുവ മാള റൂട്ടിൽ ചെങ്ങമനാടിനും അന്നനടയ്ക്കും ഇടയ്ക്കായിട്ട് തിരുമൂഴികുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. തിരുമൂഴികുളം ഗ്രാമത്തിലുള്ള പ്രസിദ്ധമായ തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാളുടെ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ഇവിടേക്ക് എഴുന്നള്ളി ഇവിടെ കുടിയേരളി എന്നതാണ് ഐതിഹ്യവും ചരിത്രവും. പറവൂർ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്നും അവിടുത്തെ ഊരാളന്മാരായിരുന്ന ആളുകൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ആറാട്ട് ദിവസം ഭഗവാനെ ശ്രീബലി ബിംബത്തിലേക്ക് ആവാഹിച്ച് ഇങ്ങോട്ട് പോന്നുവെന്നും അതിവിടെ അവർക്ക് പരിചയമുണ്ടായിരുന്ന ആ ക്ഷേത്രത്തിൽ വരാറുണ്ടായിരുന്ന, നമ്മൾ നേരത്തെ കണ്ടു, ഇതിന് പുറകിലൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് ഒരു മൂസദിന്റെ ഗ്രഹമുണ്ടായിരുന്നു. കരിമലക്കോട്ട് മൂസദ് എന്ന പേരിൽ ഒരു മൂസദ് താമസിച്ചിരുന്നു. അദ്ദേഹം എല്ലാ മാസം തൊഴിലിന് തിരുമൂഴിക്കുളത്ത് പോകാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി എഴുന്നള്ളിച്ചു. ഇവിടെ ഇറക്കി എഴുന്നള്ളിച്ചതിനും പ്രത്യേക ഐതിഹ്യമുണ്ട്. കാരണം ഇവിടെ മറ്റൊരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് സാധിക്കാതെ വന്നത് ഈ കരിമലക്കോട്ട് മൂസദിന്റെ ആ ഗ്രഹത്തിൽ ഇറക്കി എഴുന്നള്ളിക്കുകയും അവിടെ ഇവിടുത്തെ നാട്ടുപ്രമാണിമാരും അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പ്രമാണിമാരായ ആളുകളും ഈ നാട്ടിലുണ്ടായിരുന്ന നാട്ടുപ്രമാണികളും എല്ലാം ചേർന്ന് ഇന്നത്തെ ഈ ക്ഷേത്രം പണിതു എന്നാണ് ചരിത്രവും ഐതിഹ്യവും. ഈ ക്ഷേത്രത്തിന്റെ ഓരോ പ്രാധാന്യവും പറയുമ്പോൾ വളരെ ഭക്തജനങ്ങൾക്ക് ഏതാണ്ട് അനുഭവേദ്യമായ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുണ്ട്. ആശ്രിത വത്സലനാണ്. ഈ നാടിന് മുഴുവനും അത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വണങ്ങുന്ന ദൈവമാണ്. ഇദ്ദേഹത്തോട് കടപ്പാട് ഉള്ള ഒരുപാട് മറ്റ് ക്രിസ്ത്യൻ ഫാമിലികളും അതുപോലെയുള്ളവരെല്ലാവരും ഇവിടെ വണങ്ങാതെ ഒരു കാര്യത്തിനും പോവില്ല. ക്ഷേത്രത്തിൽ പല ഇതുകൊണ്ട് പ്രത്യേകതകളുമുണ്ട്. ഒന്ന് പ്രധാനം കഥകളി ഇവിടെ പ്രധാന ഒരു ഇതാണ്. എല്ലാ ഉത്സവത്തിനും പ്രധാനമായിട്ടും കഥകളി ഉണ്ടായിരിക്കും. അതിൽ ഖരവധം എന്ന് പറയുന്ന കഥകളി ഇവിടെ ആടില്ല. അത് ഭഗവാൻ നേരിട്ട് കാണാൻ വന്നിരിക്കുമെന്നും അങ്ങനെ ഒരിക്കൽ ഈ കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഇറങ്ങി വന്നു എന്നുമൊക്കെ ഐതിഹ്യമാണ്. അതുകൊണ്ട് ആ കഥകളി ഇവിടെ ആടാറില്ല. മധ്യകേരളത്തിലെ മഹിതമണിമയ ദേവാലയങ്ങളിൽ ഒന്നായി വിളങ്ങുന്ന മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി പുരാണങ്ങൾ ഐതിഹ്യവും ചരിത്രവുമായി ഏറെ ഇഴയടുപ്പമുള്ളതാണ്. രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാഹ മൽപ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു ചരസ്വഭാവമുള്ള ദിവ്യശരീരിയാണ് ശില്പസൗധമായ ചതുര ശ്രീകോവിലിൽ വാഴുന്ന ലക്ഷ്മണ പെരുമാൾ. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും
കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാ. ശാന്തഭാവത്തിലമർന്ന് ഏവർക്കും അനുഗ്രഹം നൽകുന്ന പരമാത്മനാണ് ഇവിടുത്തെ ഭഗവാൻ. കേരളീയ ശില്പകലയുടെ വൈവിധ്യവും ചുവർചിത്രങ്ങളുടെ വൈപുല്യവും നാലമ്പലത്തിനുള്ളിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവോളം ദർശിക്കാം. രാജനും ഒരു പത്രവാനായുള്ളൊരു കുദ്രരാജനെപ്പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയും നിതദ്രികളിളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത ചുറ്റമ്പലത്തിനകത്ത് വലതുവശത്തായി ഗണപതിയും സുബ്രഹ്മണ്യനും ശിവപാർവതിമാരും ഒറ്റ ശ്രീലകത്ത് സന്നിഹിതരായിരിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് ദേവദർശനം കഴിഞ്ഞാൽ പുറത്തെ പ്രദക്ഷിണ വഴിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ശിവപാർവതിമാരെ തൊഴണം. കിരാതമൂർത്തികളാണ് ഇവിടെ ശിവപാർവതിമാർ. ഈ മൂർത്തിദ്വയങ്ങളുടെ രൗദ്രം കുറയ്ക്കുവാൻ മുന്നിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മുളക്കുളത്ത് തിരുവവതാരം ചെയ്തു വസിക്കുന്ന ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നതോടെ ഭക്തിമുക്തിപ്രദമായ നാലമ്പല പരിക്രമണത്തിന്റെ ചതുഷ്പാദ സംക്രമണമാകുന്നു. പാലാഴിനാഥന്റെ സുദർശന ചക്രത്തിൽ നിന്ന് അവതരിച്ച കനിഷ്ഠ ദാശരഥി ശത്രുഘ്നസ്വാമി വാഴുന്ന ബാലാലയം മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 8 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. വനത്തിൽ വച്ച് ഭരതനെ വേർപിരിഞ്ഞ ശത്രുഘ്നസ്വാമി എത്തിച്ചേർന്ന സ്ഥലം നെടുങ്കാടായിരുന്ന ഇന്നത്തെ നെടുങ്ങാടാണ്. അതുകൊണ്ട് തന്നെ ശത്രുഘ്നസ്വാമി ഇവിടെ നെടുങ്ങാട്ടുതേവരായി ആരാധിക്കപ്പെടുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ബാലശ്രീകോവിലിൽ ശത്രുഘ്നസ്വാമിയുടെ ശാന്തഭാവം ഭക്തജനങ്ങൾക്ക് ദർശിക്കാം. വനദേശമായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന പഴയ ക്ഷേത്രം പുനർനിർമ്മിക്കുവാൻ ക്ഷേത്രോപദേശക സമിതിയും ഭക്തജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചു വരുന്നു. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഭക്തജന ദർശനത്തിനായി നട തുറക്കും. നാലമ്പല ദർശനത്തിന്റെ 4 പാദവും തീർത്ഥാടനം ചെയ്ത് കഴിയുമ്പോൾ മാമലശ്ശേരിയിലെ ശ്രീരാമസന്നിധിയിലെത്തി ഭഗവാനെ ഒന്നുകൂടി ദർശിച്ച് മടങ്ങണമെന്നാണ് പരിക്രമണ വിധി. വൈഷ്ണവാംശം തികഞ്ഞ 4 ദാശരഥിമാർ നിത്യപൂജയേൽക്കുന്ന തീർത്ഥസ്ഥാനങ്ങളിൽ ഒരു നേരം കൊണ്ട് ദർശനം ചെയ്താൽ അത് സർവാഭിഷ്ട സാധകപ്രദമാകുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ആദികവിയുടെ തൂലികയിൽ നിന്ന് വാർന്നു വീണ് ആദികാവ്യമായ രാമായണത്തിന്റെ ശീലുകൾ നിറയുന്ന രാമായണ മാസാചരണ വേളയിൽ മാമലശ്ശേരി ശ്രീരാമചന്ദ്രനെയും മേമുറി ഭരതസ്വാമിയെയും മുളക്കുളം ലക്ഷ്മണസ്വാമിയെയും നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമിയെയും ദർശനം ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് വിഷ്ണുവിൽ പൂർണ്ണരായ ദാശരഥിമാർ സർവാനുഗ്രഹങ്ങളും നൽകട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാലമ്പല പരിക്രമണ വിശേഷങ്ങൾ കൊള്ളിച്ചുകൊണ്ടുള്ള ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.